പൾസർ സുനിയുടെ ജാമ്യ കാലാവധി 1-ാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നു എന്നുള്ള വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. സിബി ചേരുന്നു. സിബി, വിവരങ്ങൾ. പ്രതീഷ്, അല്പസമയം മുമ്പാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ പൾസർ സുനിയും ഇപ്പോൾ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ 1-ാം തീയതി വരെ, അത് ഓഗസ്റ്റ് 1 വരെ പൾസർ സുനിയുടെ റിമാൻഡ് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് അഡ്വക്കേറ്റ് ബി എ ആളൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷം കോടതി നടപടികളെല്ലാം അവസാനിച്ചു. അതിനുശേഷം അഡ്വക്കേറ്റ് ബി എ ആളൂർ പുറത്തേക്ക് വന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി, അറസ്റ്റ് ഉണ്ടായി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൾസർ സുനി ഉൾപ്പെടെ 2 പേരെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇപ്പോൾ ജാമ്യാപേക്ഷ മറ്റന്നാൾ വ്യാഴാഴ്ച പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി ഈ 1-ാം തീയതി വരെ നീട്ടുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പൾസർ സുനിയെയും സുനിൽ രാജ് അതോടൊപ്പം തന്നെ അങ്ങനെ 3 പേരെയാണ് ഇന്ന് ഹാജരാക്കിയത്. ഇവരെ അല്പസമയത്തിനകം തന്നെ പൾസർ സുനിയെ ഇപ്പോൾ അങ്കമാലി കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഇന്ന് റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്നാണ് ഇന്ന് പൾസർ സുനിയെ ഇവിടെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വേറെ നടപടികളൊന്നും തന്നെ നടന്നില്ല. പൾസർ സുനിയുടെ റിമാൻഡ് വീണ്ടും 1-ാം തീയതി നീട്ടുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട് എന്ന് അഡ്വക്കേറ്റ് ബി എ ആളൂർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പൾസർ സുനിയും ഈ കോടതിക്കകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഈ കഥ പാതി വഴിയേ ആയിട്ടുള്ളൂ, ഇനിയും നിരവധി പേർ പിടിയിലാകാനുണ്ടെന്ന സൂചനയാണ് പൾസർ സുനി നൽകിയത്. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ പൾസർ സുനിയെ കോടതിയിൽ നിന്നും വീണ്ടും കാക്കനാട് സബ് ജയിലിലേക്ക് മാറ്റും. പ്രജീഷ്, അതായത് സിബി, പൾസർ സുനി ഒരുപക്ഷെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയും, സുനി എന്തെങ്കിലും പറയുമെന്ന് കരുതിയിരുന്നു. അതായത് ഈ കഥ, ഈ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥയൊക്കെ തന്നെ പാതി വഴിയിലാണ്. നേരത്തെ ആവർത്തിച്ചതുപോലെ ഈ വൻസ്രാവുകൾ എന്ന പറഞ്ഞ അല്ലെങ്കിൽ പിടിയിലാകുമെന്ന് പറഞ്ഞ പൾസർ സുനി ആ രീതിയിൽ എന്താണ് പറയുന്നത്? ഇനിയും സ്രാവുകൾ ഉണ്ട് എന്നാണോ പറഞ്ഞത് മാധ്യമപ്രവർത്തകരോട്? സിബി, ഇപ്പോൾ റിമാൻഡ് കാലാവധി 1-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും പ്രതിഭാഗം എന്നാൽ ഈ പ്രതിക്ക് വേണ്ടി ഹാജരായ ബി എ ആളൂർ ജാമ്യം നൽകണം അല്ലെങ്കിൽ കാലാവധി തീർന്ന സ്ഥിതിക്ക് എന്ന് കോടതിയിൽ പറയുകയുണ്ടായി. സിബി ഒരിക്കൽ കൂടി ചേരുകയാണ്. സിബി, പൾസർ സുനി എന്താണ് പറഞ്ഞത്? അതായത് കഥ ബാക്കി പകുതി വരെ ആയിട്ടേ ഉള്ളൂ, ഇനിയും വൻ സ്രാവുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, കുടുങ്ങാനുണ്ട് എന്ന സൂചനയാണോ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്കമാലി കോടതിയിലേക്ക് പ്രവേശിക്കുമ്പോഴായിരുന്നു പൾസർ സുനി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. കഥ പാതി വഴിയായുള്ളൂ, അതായത് കേസിൽ ഇനിയും പ്രതികൾ പിടികൂടാനുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ നാദൃശ്യ അടക്കമുള്ളവരുടെ പേരുകൾ എടുത്ത് ചോദിച്ചപ്പോൾ പൾസർ സുനി പ്രത്യേകിച്ച് പ്രതികരിച്ചില്ല. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഥ പാതി വഴിയിലായി എന്നാണ് പൾസർ സുനി പറഞ്ഞത്. ഇനിയും പ്രതികൾ പിടികൂടാനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ബി എ ആളൂറും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പൾസർ സുനിയുമായി സംസാരിച്ചപ്പോൾ ഇനിയും ഈ കേസിൽ പ്രതികൾ പിടികൂടാനുണ്ട് എന്ന് തന്നെയാണ് പൾസർ സുനി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഈ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ പിടികൂടാണ്ടെന്ന് അഡ്വക്കേറ്റ് ബി എ ആളൂരും വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും പൾസർ സുനിയുടെ 1-ാം പ്രതിയായ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി ഇപ്പോൾ 1-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഇപ്പോൾ വേറൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പൾസർ സുനിയെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് എറണാകുളം CJM കോടതിയിൽ മറ്റൊരു അപേക്ഷ നൽകും. ആ മുറയ്ക്ക് പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് 4-5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. ആ കേസ് നടക്കുന്നത് എറണാകുളം CJM കോടതിയിലായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു നടിയുടെ മൊഴിയും രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കോതമംഗലം സ്വദേശിയായ എബിൻ എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് ആ കേസിന് വഴിക്ക് പോവുകയാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പൾസർ സുനിയെ അങ്കമാലി കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഈ ആഗസ്റ്റ് 1 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. സുനിയോടൊപ്പം തന്നെ കൂട്ടുപ്രതികളായ വിജീഷ്, സുനിൽ രാജ് എന്നിങ്ങനെ 2 പേരെ കൂടി ഈ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്ന് ഇവരെ ഈ കോടതിയിൽ എത്തിച്ചത്. ഇവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് സുനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാലും ആ കാര്യത്തിൽ അടുത്ത ദിവസം വ്യാഴാഴ്ച മറ്റന്നാൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അപേക്ഷയും
നൽകുമെന്നാണ് അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ സുനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അത് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ BA ആളൂർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും മറ്റന്നാൾ വ്യാഴാഴ്ച നൽകും. പ്രജീഷ്, സിബി, ഈ ഒരു നടിയെ ഇതിനു മുൻപ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് മുൻപ് 2011 നടന്ന അല്ലെങ്കിൽ ഈ ആസൂത്രിത ശ്രമം, ഇതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞുവോ? ഒപ്പം തന്നെ മൊഴികൾ അതിൽ നിർണായകമായിരിക്കും. ആ മൊഴി തേടലൊക്കെ ഏത് രീതിയിലായിരിക്കും അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്ന രൂപരേഖ? തീർച്ചയായും 2011 നവംബറിലാണ് പൾസർ സുനി മറ്റൊരു നടിയെയും ഈ സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി ലഭിച്ചത്. നിർമ്മാതാവായ ജോണി സാഗരിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ജോണി സാഗരിക പ്രധാനമായും പറഞ്ഞത് അന്ന് തൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. അന്ന് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമാ ചിത്രത്തിന് വേണ്ടിയാണ് പൾസർ സുനി മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അന്ന് സെൻട്രൽ സ്റ്റേഷനിലെത്തിയ ഈ നടിയെ ടെമ്പോ ട്രാവലറിൽ പൾസർ സുനി കൊണ്ടുപോവുകയായിരുന്നു. സുനി ഉദ്ദേശിച്ചത് മറ്റൊരു യുവനടിയായിരുന്നു, മറ്റൊരു സംവിധായകൻ്റെ ഭാര്യയായ മറ്റൊരു യുവനടിയായിരുന്നു. എന്നാൽ ഈ മറ്റൊരു നടിയെ ആണ് അവിടെ വന്നത്. ആ നടിയെ കൊണ്ട് ടെമ്പോ ട്രാവലറിൽ പോവുകയും എന്നാൽ നടിക്ക് ഈ റൂട്ട് വഴി മാറി സഞ്ചരിച്ചതിനാൽ നടിക്ക് സംശയം തോന്നുകയും നടി ഭർത്താവിനെയും നിർമ്മാതാവ് ജോണി സാഗരിയെയും വിളിച്ച് പറയുകയായിരുന്നു. ആ സമയത്ത് അതുകൊണ്ട് പന്തികേട് തോന്നിയ സുനി തൊട്ടടുത്ത കൊമ്പളത്തുള്ള റംദാൻ ഹോട്ടലിന് മുന്നിൽ ഈ നടിയെ ഇറക്കി വിട്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർമ്മാതാവായ സാഗരിക വീണ്ടും ഈ പരാതിയുമായി രംഗത്തെത്തുകയും ഇതിൽ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2011 ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും അന്നത്തെ പോലീസ് സംവിധാനങ്ങൾ, അന്നത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കാലയളവിൽ നടത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോയി, അതിലൊരു തുടർ നടപടി ഇല്ലാതെ പോയി? അത് അന്വേഷിക്കുമ്പോൾ 2011 പ്രധാനമായും ഈ സംഭവം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും രേഖാമൂലം പരാതി നൽകിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇപ്പോഴാണ് ഈ സംഭവത്തിന് പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സാഗരിക വീണ്ടും ഈ കേസുമായി അന്ന് 2011 നവംബർ ഉണ്ടായ കേസിൽ പരാതി നൽകിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അന്ന് പരാതി നൽകിയില്ല, ഈ കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു എങ്കിലും രേഖാമൂലം നടി പരാതി നൽകിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആ കേസുമായി പിന്നീട് മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്തത്. എന്നാൽ ഇപ്പോൾ ഒരു പരാതി നൽകിയ സാഹചര്യത്തിലാണ് കേസെടുക്കുകയും ഈ കേസുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കോതമംഗലം സ്വദേശിയായ എബിൻ എന്ന ആളെ, ടെമ്പോ ട്രാവലിൻ്റെ ക്ലീനറായിരുന്ന എബിൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ നടിയെ വിളിച്ചു വരുത്തി എന്തായാലും ഇയാളെ ഒരു തിരിച്ചറിയൽ വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഈ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുകയും CJM കോടതിയിൽ അപേക്ഷ നൽകി പോലീസ് കസ്റ്റഡിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ ഒരു കേസ് ഉണ്ടായ സാഹചര്യത്തിൽ ആ കേസും ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിന് പിന്നാലെയാണ് വിശദാംശങ്ങൾ നൽകിയത്.